ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കേസരിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ശിഷ്യ സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? പല പേരുകളാണ് പറഞ്ഞത്. പത്രോസ് മാത്രം അഭിമാനപൂർവ്വം പറഞ്ഞു, അങ്ങ് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനുള്ള ദൈവമക്കളായ നമ്മുടെ ധർമ്മമാണ് ഈ സുവിശേഷം ഓർപ്പെടുത്തുക. കേസരി ഫിലിപ്പി പ്രദേശം വിജാതീയ ദേവന്മാരുള്ള ഒത്തിരി അന്യവിശ്വാസങ്ങളുള്ള ഒരു മണ്ണാണ്. അവിടെ അവർ അഭിമാനപൂർവ്വം പറയുന്നു, അങ്ങ് ക്രിസ്തുവാണ് എന്ന്. നമ്മുടെ സമൂഹത്തിൽ നാനാജാതി മതസ്ഥരുടെ ഇടയിൽ അഭിമാനപൂർവ്വം ക്രിസ്തു രക്ഷകനാണ് എന്ന് ഏറ്റുപറയുവാനും ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. കൂടുതൽ സ്നേഹത്തോടെ, തീഷ്ണതയോടെ അങ്ങ് സജീവ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് അഭിമാനപൂർവ്വം പറയുകയും അപ്രകാരം ധീരമായ സ്നേഹത്തോടെ അവിടുത്തെ കൃപയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹീതമായി രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. പത്രോസിന് വീണ്ടും തെറ്റുപറ്റുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കില്ല എന്ന് അവൻ സമൂഹമധ്യ ഉറപ്പ് നൽകുന്നുണ്ട്. കർത്താവിന് യാതൊരു ദ്രോഹവും ഉണ്ടാകരുത് എന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവനെ മാറ്റി നിർത്തി പറയുന്ന ഒരു വചനഭാഗവും മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ ശിരസ് നമിക്കാം.